മുസ്ലിം ലീഗും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നു. പുനലൂർ, ചേലക്കര മണ്ഡലങ്ങൾ ഒഴിച്ചിട്ട് 25 സീറ്റുകളിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2 സ്ത്രീകൾ ഉണ്ട് എന്നതാണ് പട്ടികയുടെ പ്രത്യേകത. ഇത് മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗിൽ സംഭവിക്കാത്തതാണ്. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയയും കൂത്തുപറമ്പ് ജയന്തി രാജനും. ഷുവർ സീറ്റുകൾ എന്ന് പറയാനാവില്ലെങ്കിലും ലീഗിന്റെ ഈ നീക്കത്തെ പ്രശംസിക്കാതെ വയ്യ. മാത്രമല്ല, യുവാക്കൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നതാണ് ലീഗിന്റെ പട്ടിക. CH മുഹമ്മദ് കോയയുടെ മകൻ MK മുനീർ മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പെന്ന സങ്കടവും ഈ പട്ടിക നൽകുന്നുണ്ട്. അതിനിടെ ചില അസ്വാരസ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഫാത്തിമ തഹ്ലിയയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വനിതാ ലീഗ് നേതാവ് നൂർബീന റഷീദ് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരോക്ഷമായി വിമർശിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയും രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ലീഗിലെ പട്ടിക? പ്രതീക്ഷ കാത്തോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ വിഷയം. പ്രമോദ് രാമൻ, എന്തു തോന്നുന്നു ലീഗ് പട്ടിക കണ്ടിട്ട്? നൗഫൽ, ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പട്ടിക എന്ന് നമുക്ക് പൊതുവിൽ പറയാൻ സാധിക്കും ഒറ്റയടിക്ക്. കാരണം ഒന്നാമത്തെ കാരണം ഇത് തന്നെയാണ്, പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത്. പക്ഷെ അതിൽ കാണേണ്ടത്, ഇപ്പോൾ വനിതകളെ 2 പേരെ ഉൾപ്പെടുത്തിയപ്പോൾ അതിൽ നിന്ന് ആ വനിതാ പക്ഷത്തു നിന്ന് തന്നെയാണ്, ലീഗിൻ്റെ വനിതാ പക്ഷത്തു നിന്ന് തന്നെയാണ് ഒരു വിമതസ്വരം ഉയർന്നത് എന്നതുകൂടി കാണുക. അപ്പോൾ അർഹതപ്പെട്ട ആളുകൾക്കല്ലാതെ കൊടുത്തത് എന്നൊരു വിയോജിപ്പിന് ഇടവരുത്തിയത് യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാറായിട്ടില്ല. ശരിക്കും അവരുടെ പോരാട്ടം ഏത് നിലയിലായിരിക്കും എന്ന് അറിഞ്ഞാൽ മാത്രമേ. പ്രത്യേകിച്ച് ഫാത്തിമ തഹ്ലിയ സമീപ നാളുകളിൽ തന്നെ തൻ്റെ രാഷ്ട്രീയ ആർജവം തെളിയിച്ച ഒരാളാണ് പല നിലയ്ക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായും വനിതാ ലീഗിന്, അല്ലെങ്കിൽ ഒരുപക്ഷെ ലീഗിലെ വനിതാ വിഭാഗത്തിനും അതുപോലെ തന്നെ യുവ വിഭാഗത്തിനുമൊക്കെ തന്നെ ഒരു ആവേശം പകരുന്ന ഒരു സ്ഥാനാർത്ഥിത്വമായിരിക്കുമെന്ന് സംശയമില്ല. ഇതിൽ നമ്മൾ കാണേണ്ടത് തീർച്ചയായിട്ടും MK മുനീറിന്റെ അസാന്നിധ്യമാണ്. നമ്മളത് എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യം പറയാം. ഈ മുസ്ലിം ലീഗിലെ വനിതാ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു വനിതാ MLA നിയമസഭ കണ്ടിട്ടില്ല. എന്നിട്ട് മത്സരിക്കാൻ കൊടുത്ത 2 സീറ്റുകൾ, ഒന്ന് പേരാമ്പ്രയും മറ്റേത് കൂത്തുപറമ്പും. പേരാമ്പ്രയിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അറിയാലോ, 20,000-ന് മുകളിലാണ് ഭൂരിപക്ഷം. ഇത്തവണ തദ്ദേശത്തിൽ ചില മേൽക്കൈയെ കൊണ്ടുണ്ട്. പക്ഷേ ഒരു അത്യാവശ്യം ഷുവർ സീറ്റ് മലപ്പുറം ജില്ലയിലൊക്കെ ഒരു സീറ്റ് കൊടുക്കാതെ വനിതകളുടെ സംസ്ഥാനം ഒന്നിതാ ഞങ്ങൾ 2 ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത്? ഇത് ആരെ പറ്റിക്കാനാണ്? ലീഗിന് അങ്ങനെ ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. കാരണം ഇത് ജയിക്കാനുള്ള ഒരു സാധ്യതയെങ്കിലും ഓഫ് കോഴ്സ് ഇതിന് മുമ്പത്തെ തവണയൊക്കെ ഇപ്പോൾ കോഴിക്കോട് സൗത്ത് കൊടുത്ത ചരിത്രമാണ്, അപ്പോഴും ജയിച്ചില്ല, വേറെ കാര്യം. ഇത്തവണ ജയിക്കുന്ന ഒരു സീറ്റ് കൊടുത്തിട്ടാണ്. ഡയലോഗ് അടിക്കരുത്. നിങ്ങൾ സീറ്റ് കൊടുക്കുന്നത് സാധാരണ രീതിയിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വളരെ വലിയ വനിതാ മുന്നേറ്റം നടത്തി കളഞ്ഞു എന്ന് ഈ പട്ടിക വെച്ച് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. അല്ല, അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എത്ര സീറ്റുകളിൽ, ജനറൽ സീറ്റുകളിൽ ജയിക്കാൻ ഉറപ്പുള്ള സീറ്റുകൾ കൊടുക്കണം. പക്ഷേ നമ്പർ ഓഫ് സീറ്റ്സിന്റെ കാര്യത്തിൽ പ്രാതിനിധ്യം എത്ര കണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്? അതിനനുസരിച്ചുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പ്രാതിനിധ്യം വനിതകൾക്ക് ലഭിക്കുന്നുണ്ട്. വനിതാ MLA ശരിയാണ്, ഞാനതിന് ജിമ്മിയോട് തർക്കിക്കാനില്ല. മത്സരിപ്പിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് ചോദ്യമുണ്ട്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ടതുണ്ട്, അവർക്ക് ഒരു എന്താ പറയുക, നിശ്ചിത ശതമാനം ആളുകളെ അല്ലെങ്കിൽ നേതാക്കളെ ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ അവർക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അത് അവരുടെ ഒരു ഇന്റേണൽ മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിനകത്ത് ഇപ്പൊ മെക്കാനിസം സ്ത്രീവിരുദ്ധമാണല്ലോ. അതൊരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ അളക്കേണ്ടത് ഇമ്മീഡിയറ്റ്ലി ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നേ വെച്ച് അവരുടെ എല്ലാ വിധത്തിലുള്ള ആശയാദർശങ്ങളും നടപ്പാക്കിയോ ഇല്ലയോ എന്നുള്ളത് വെച്ചിട്ടല്ല. അത് കാണരുത്. അതിനകത്ത് പ്രായോഗികമായി അവർക്ക് ഒരുപക്ഷെ നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതില്ലെന്ന് നമുക്ക് പറയാമില്ല. അത് സ്ത്രീവിരുദ്ധമാണ് എന്ന വിമർശനത്തോട് എനിക്കും വിയോജിപ്പില്ല. ഒരുപക്ഷെ അത് ആകത്തുകയായി എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടത്ര ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രാതിനിധ്യമുണ്ട്. എനിവേ, ഇത് പോരാ എന്നുള്ള അഭിപ്രായം ജിമ്മിയെ പോലെ എനിക്കുമുണ്ട്. അതല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് പൊതുവായി അതിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാനദണ്ഡം അവർ സ്വീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ MK മുനീറിന്റെ കാര്യത്തിൽ എടുത്ത നിലപാട്, മുനീർ തൽപരനായിരുന്നു, നമുക്കെല്ലാം അറിയാം. അദ്ദേഹം പാർട്ടി നിശ്ചയിക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ഒഴിവാക്കി എന്ന് പറയുന്നതിനടുത്ത് അത് അദ്ദേഹത്തെ വെറുപ്പിച്ചുകൊണ്ട് ഒഴിവാക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയിട്ടില്ല എന്നതുകൂടി ഒരു വിജയമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതിൽ ആ ഒഴിവാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരിക്കലും
പൊതുസമൂഹത്തിന് ഉള്ള ഒരു തോന്നൽ, അതായത് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നത് ഒരിക്കലും ഗുണകരമല്ല എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ആ സമീപനത്തിലേക്ക് ലീഗ് വരികയാണ്. ആ ലീഗ് അത് നമ്മൾ കാണണം. നമുക്കറിയാം, ലീഗിൽ ഒരു കാലത്തും അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. പഴയ ലീഗിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. എത്ര പ്രായം ചെന്നാലും, അല്ലേ, എത്ര തവണയായാലും ഒക്കെ തന്നെ വീണ്ടും വീണ്ടും അതേ പടക്കുതിരകൾ വന്ന് മത്സരിക്കുക എന്നുള്ളതായിരുന്നു ലീഗിന്റെ ഒരു കാലഘട്ടത്തിലെ സമീപനം. അതൊക്കെ മാറി വന്നു. പുതിയൊരു ജനറേഷനെ കുറിച്ച് അവർ കൺസേൺഡ് ആണ്. പുതിയ ജനറേഷനിലെ പിന്നെ യുവാക്കൾ കടന്നു വരണം, സ്ത്രീകൾ കടന്നു വരണം തുടങ്ങിയ ആശയങ്ങളിലേക്ക് അവരും എത്തിപ്പെടുകയാണ് എന്നത് കാണാതിരുന്നുകൂടാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നിയത് ഒരു വിന്നബിലിറ്റിയാണ് പ്രധാനമായും ഇവർ സ്വീകരിച്ചൊരു മാനദണ്ഡമാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നോക്കുകയാണ്. സ്ത്രീകളുടെ ഒഴികെയെന്ന് ഞാൻ അങ്ങനെയും വിചാരിക്കുന്നില്ല. അപ്പോൾ കൂത്തുപറമ്പ് മണ്ഡലം UDF അനുകൂലമാണ് എന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം. അപ്പോൾ എങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാവണം എന്നുള്ള ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് ജയന്തി രാജൻ അവിടെ നിർത്തിയതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ജയന്തി രാജൻ്റെതൊരു അന്നൊരു സീറ്റ് ഇരിക്കുന്ന ഒരു ടോക്കണിസമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല അതിനെ. ഒരു ഫൈറ്റുള്ള സീറ്റാണ്. അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ജയന്തി രാജനെ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഷുവർ സീറ്റുകൾ, ലീഗിന്റെ മലപ്പുറത്തെ ഷുവർ സീറ്റുകൾ, അത് പ്രധാനപ്പെട്ട ആൺ നേതാക്കൾക്ക് തന്നെയാണ്. ഇപ്പോൾ KM ഷാജി എന്തിനാണ് വേങ്ങരയിൽ മത്സരിക്കുന്നത്? KM ഷാജിക്ക് അഴീക്കോട് തിരിച്ചു പിടിച്ചുകൂടെ? അങ്ങനെ ചിന്തിക്കാമല്ലോ. അപ്പോൾ തിരിച്ചു പിടിക്കേണ്ട സീറ്റുകൾ മുഴുവൻ, ലീഗിന് പിടിച്ചെടുക്കേണ്ട സീറ്റുകൾ മുഴുവൻ സ്ത്രീകളെയും യുവാക്കളെയും നിയോഗിച്ചിരിക്കുകയാണ്. താനൂര് PK നവാസിനെ, ഫാത്തിമ തേയിലെ, പേരാമ്പ്ര, അങ്ങനെ നോക്കുകയാണെങ്കിൽ മുതിർന്ന ആൺ നേതാക്കളെല്ലാം ഷുവർ സീറ്റുകളിലേക്ക്. അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ വിന്നബിലിറ്റി പ്ലസ് തിരിച്ചു പിടിക്കേണ്ട സീറ്റുകളൊക്കെ പുറം പണിയായിട്ട് യുവാക്കൾക്കും സ്ത്രീകൾക്കും കൊടുത്തു എന്നാണ് നമുക്ക് അതിന് മനസ്സിലാക്കേണ്ടത്. പിന്നെ കുറെ കൂടി സന്തുലിതമാണ്. തിരുവരങ്ങാടി PMA സമീർ അതിന് മറ്റു ചില നിങ്ങൾക്ക് ലീഗിന്റെ ഉള്ളുകളെ അറിയാത്തതുകൊണ്ടാണ്. മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥികളാവാൻ അർഹതയുള്ളവരും ആഗ്രഹിക്കുന്നവരുമായ 3 or 4 നിര ഇനി നിൽക്കുകയാണ്. ഇപ്പോൾ ഫൈസൽ ബാബു കോഴിക്കോട് സൗത്ത്, ഇപ്പോൾ നൂർബിന റഷീദ് പറഞ്ഞല്ലോ വനിതാ ലീഗിന് തഴഞ്ഞു എന്ന്. നൂർബിന റഷീദ് കഴിഞ്ഞ തവണ അഹമ്മദ് ദേവർകോലിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. അത് ലീഗിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. മുനീർ മത്സരിച്ചുകൊടുന്ന സീറ്റാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുത്തിയിട്ട് നൂർബിയെ പിന്നെ അവിടെ മത്സരിപ്പിക്കണം. ഫൈസൽ ബാബു പോലെ കുറേ നാളായിട്ട് കാൻഡിഡസി ലിസ്റ്റിലുള്ള ഒരാളാണ് ഫൈസൽ ബാബു. ഫൈസൽ ബാബുവിനെ അവിടെ നിർത്തിയിരിക്കുന്നു. നവാസിനെ നിർത്തിയിരിക്കുന്നു. TP അഷ്റഫ് അലിക്ക് ഷോർ സീറ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കൺസൾട്ടേഷനിലൂടെ ഒരു മിതത്വം ഉള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പട്ടികയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ പറഞ്ഞൊരു പ്രശ്നം അതിനുണ്ട്. പോരാടി നേടാനുള്ളതൊക്കെ യുവാക്കളെയും സ്ത്രീകളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഷുവർ സീറ്റൊക്കെ ആണുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. അല്ല, അവിടെ ജിമ്മിയുടെ ഈ വിഷയത്തിൽ, അതായത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ പറയുന്ന ഒരു പട്ടിക ഇറക്കുകയും പോരാട്ടത്തിന് അവർക്ക് നിശ്ചയമായിട്ട് നമുക്ക് വിജയിച്ചു വരാവുന്ന ധാരാളം സീറ്റുകളുണ്ടല്ലോ. ആ സീറ്റുകളിൽ സ്ഥിര നിക്ഷേപം എന്ന നിലയിലുള്ള സീറ്റുകളിൽ ഈ പറഞ്ഞ വിജയസാധ്യത പൂർണ്ണമായും അവർ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതേക്കുറിച്ച് ജിമ്മിയോട്ടേക്ക് എനിക്ക് മനസ്സിലായി. അതായത് ഈ വിജയിച്ചു വരും എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ അവരുടെ നേതൃനിര, ശക്തമായൊരു നേതൃനിര തന്നെ അസംബ്ലി കാണണമെന്ന അവരുടെ ഒരു സങ്കല്പമുണ്ടല്ലോ, അത് പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നിയമസഭയിൽ വരും എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. നമുക്കിത് കണ്ടറിയാം. അപ്പോൾ ഉറപ്പായിട്ടും ഇത്തവണത്തെ തദ്ദേശങ്ങൾ കഴിഞ്ഞാൽ ലീഗ് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം കൂടും. വളരെ വലിയൊരു തരംഗമൊക്കെ ഇല്ലെങ്കിൽ പോലും ലീഗിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ലീഗ് കോട്ടകളിലായിരിക്കും വലിയ തരംഗം ഉണ്ടാവുക. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഇതെല്ലാം ജയിക്കും. പക്ഷേ ഫൈറ്റിംഗ് സീറ്റുകളിൽ പ്രധാനപ്പെട്ട ആളുകൾ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ 10 എന്നുള്ള പോസിബിലിറ്റി 50-60% വിന്നിങ് പോസിബിലിറ്റി മാറിയേനെ. ആ ഒരു അനുകൂല ഘടകത്തിൽ അങ്ങനെ ഒരു കാര്യമാണ് എടുക്കേണ്ടിരുന്നത്. സ്ത്രീകളും യുവാക്കളും ഫൈറ്റ് ചെയ്ത് വരട്ടെ, ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അണിയറയിൽ ഞങ്ങൾ കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞോ എന്നാണ് എൻ്റെ സംശയം. എനിവേ, ഇത് ലീഗിൻ്റെ കാര്യം, അഭിപ്രായം ഉണ്ടെന്നേ ഉള്ളൂ. യെസ്, അതാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടത്തിയത്. അതിൽ ജിമ്മി പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കൊരു ചെറിയ എതിർപ്പ് പറയാനുണ്ട്. അതായത് പേരാമ്പ്ര മണ്ഡലം UDFനെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയായി എനിക്ക് തോന്നുന്നില്ല. കാരണം 2016 അവിടെ TP രാമകൃഷ്ണൻ ജയിച്ചത് വെറും 4100 സംതിങ് വോട്ടിനാണ്. അതായത് അന്ന് TP രാമകൃഷ്ണനെതിരെ മത്സരിച്ചത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മുഹമ്മദ് ഇക്ബാലാണ് എന്നും കൂടി ഓർക്കുക. അങ്ങനെ മാണി വിഭാഗത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് 4000 വോട്ടിന് മാത്രമാണ് അദ്ദേഹം തോറ്റത്. അതുകൊണ്ട് തന്നെ ഫാത്തിമ തഹ്ലിയക്ക് അതൊരു ബാലികേറ മലയല്ല എന്ന് കൂടി ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുക. ഫൈറ്റ് ചെയ്യണം. യെസ്, ഫൈറ്റ് ചെയ്യണം.